ഹലോ, സ്റ്റെപ്പ് ഫിറ്റ്, ആംഗുലർ ഫിറ്റ്, ആംഗിൾ, സർഫസ് എന്നിവ ഫയൽ ചെയ്ത് നിർമ്മിക്കുന്ന സെഷന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ഓഫ് ചെയ്യുക. ±0.04 mm കൃത്യത നിലനിർത്തിക്കൊണ്ട് സ്റ്റെപ്സ് ഫയൽ ചെയ്യുക. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 45 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തുക. ഒരു ഡിഗ്രി ആക്യുറസി നിലനിർത്തി ആംഗിൾ ഫയൽ ചെയ്യുക. സ്റ്റെപ്പും ആംഗുലർ ഫിറ്റും ഫിനിഷും ഡീബറും ചെയ്യുക. ഫില്ലിങ്ങും വ്യത്യസ്ത ഫിറ്റിങ്ങുകളും നിർമ്മിക്കുന്നതിനും ആവശ്യമായ മെറ്റീരിയലുകളെയും ടൂളുകളെയും കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. റഫ് ഫയൽ, ട്രൈ സ്ക്വയർ, മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, വെർനിയർ കാലിപ്പർ, മെഷീൻ ഓയിൽ, ബെവൽ പ്രൊട്രാക്ടർ, ഹൈറ്റ് ഗേജ്, വെബ് ചീസൽ, ഡ്രില്ലിംഗ് മെഷീൻ, ബോൾ പീൻ ഹാമർ, മെഷറിംഗ് ടേപ്പ്. ഇപ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിന്റെ രണ്ടാം ഭാഗം നോക്കാം. മെറ്റീരിയലിന്റെ പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം 70x50x9 മില്ലിമീറ്റർ വരെയുള്ള ആവശ്യമായ ഡയമെൻഷനുകളിൽ കൊണ്ടുവരാൻ ഒരു ഹാക്സോ ബ്ലേഡും റഫ് ഗേജ് ഫയലും ഉപയോഗിക്കുക. മാർക്കിംഗ് മീഡിയയും മാർക്കിങ്ങും പ്രയോഗിക്കുന്നു. ഏതെങ്കിലും നിറമുള്ള ചോക്ക് ഉപയോഗിച്ച് വർക്ക് പീസിന്റെ സർഫസിൽ തുല്യമായി പ്രയോഗിക്കുക. ആവശ്യാനുസരണം ഗേജിന്റെ ഉയരം സജ്ജമാക്കി മാർക്കിംഗ് നടത്തുക. വിറ്റ്നസ് മാർക്കിംഗ്. ഐഡന്റിഫിക്കേഷനായി 2 എന്ന നമ്പർ ഉപയോഗിച്ച് ഭാഗം അടയാളപ്പെടുത്തി വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. റിലീഫ് ഹോൾസുകളുടെ ഡ്രില്ലിംഗ് ജോബ് ഡ്രോയിങ്ങിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ 3 മില്ലിമീറ്റർ ഡയാമീറ്ററുകളുടെ റിലീഫ് ഹോൾസ് ഡ്രിൽ ചെയ്യുക. ഹോൾസുകളുടെ ചെയിൻ ഡ്രില്ലിംഗ്. ലേഔട്ടിന് ശേഷം അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുന്നത് സുഗമമാക്കുന്നതിന് 2 ഭാഗത്തിന് ചുറ്റും ചെയിൻ ഡ്രിൽ ഹോളുകൾ ഉണ്ടാക്കുക. അധിക മെറ്റീരിയലുകളുടെ ചീസലിംഗ്. ഒരു വെബ് ചീസലും ബാൾ പെയിൻ ഹാമറും ഉപയോഗിച്ച് അധിക മെറ്റീരിയൽ മുറിച്ച് നീക്കം ചെയ്യുക. എക്സസ് മെറ്റീരിയൽ ഫയലിംഗ് ചെയ്യുക. ആവശ്യമുള്ള വലുപ്പത്തിലും 45 ഡിഗ്രി ആംഗിളിലും സ്റ്റെപ്സ് രൂപപ്പെടുത്തുന്നതിന് ഡിഫറൻറ്റ് ഗ്രേഡുകളുള്ള ഒരു സേഫ് എഡ്ജ് ഫയൽ ഉപയോഗിക്കുക. സൈസ് പരിശോധിക്കുന്നു. ഫയലിംഗ് ചെയ്ത ശേഷം വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഭാഗത്തിന്റെ വലുപ്പം പരിശോധിക്കുകയും ഒരു ബിവൽ ഗേജ് ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുകയും ചെയ്യുക. ഡീബറിംഗ്. ഉണ്ടാവുന്ന ചെറിയ ബേഴ്സുകൾ നീക്കം ചെയ്യുന്നതിനായി പൂർത്തിയായ ഭാഗങ്ങൾ 1, 2 എന്നിവയുടെ എഡ്ജസ് സൗമ്യമായി ഫയൽ ചെയ്യുക. ഭാഗങ്ങളുടെ അലൈൻമെന്റ്. ശരിയായ ഫിറ്റ് ഉറപ്പാക്കാൻ ഡ്രോയിംഗ് പ്രകാരം മുമ്പത്തെ മോഡ്യൂളുകളിൽ ഫയൽ ചെയ്ത പാർട്ട് 1 ഉപയോഗിച്ച് പാർട്ട് 2 അലൈൻ ചെയ്യുക. പാർട്സ് പൂർത്തിയാക്കുന്നു.
പാർട്ട് 1, പാർട്ട് 2 എന്നിവയിൽ ഏതെങ്കിലും റഫ് എഡ്ജസ് സർഫസ് എന്നിവ സ്മൂത്തും ഫിനിഷും ആക്കാൻ സേഫ് എഡ്ജ് ഫയൽ ഉപയോഗിക്കുക. ഒരു ഫയലോ ഡീബറിംഗ് ടൂളുകളോ ഉപയോഗിച്ച് ബറുകൾ പരിശോധിക്കുകയും അവ നീക്കം ചെയ്യുകയും ചെയ്യുക. പ്രിസർവേഷനായി ഓയിൽ പ്രയോഗിക്കുന്നു. പൂർത്തിയായ ഭാഗങ്ങളെ റസ്റ്റിംഗ് അല്ലെങ്കിൽ കൊറോഷൻ നിന്ന് സംരക്ഷിക്കാൻ മെഷീൻ ഓയിലിന്റെ നേർത്ത പാളി ഉപയോഗിക്കുക. ഇവാലുവേഷനായി ഭാഗങ്ങൾ വൃത്തിയുള്ളതും ഡ്രൈ ആയതുമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ആവശ്യമായ അളവുകൾ നേടുന്നതിന് ഫയലിംഗ് ശ്രദ്ധാപൂർവം കൃത്യമായും ചെയ്തുവെന്ന് ഉറപ്പാക്കുക. ഡ്രോയിങ് അനുസരിച്ച് പാർട്ട് 2 പാർട്ട് 1 അലൈൻ ചെയ്യുക. പൂർത്തിയായ ഭാഗങ്ങളെ റസ്റ്റിംഗ് അല്ലെങ്കിൽ കൊറോഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി മെഷീൻ ഓയിൽ അല്ലെങ്കിൽ അനുയോജ്യമായ ഏതെങ്കിലും പ്രിസർവേറ്റീവിന്റെ നേർത്ത പാളി പ്രയോഗിക്കുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റെപ്പ് ഫിറ്റ്, ആംഗുലർ ഫിറ്റ്, ആംഗിൾ, സർഫസസ് എന്നിവയുടെ 1 ഡിഗ്രി ബീവൽ ഗേജ് കൃത്യതയോടുള്ള ഫയലിംഗും മേക്കിംഗും എന്ന സെഷന്റെ 2ാം ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.